ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഞങ്ങൾ നേടിയിട്ടുള്ള വിജയം, ജനങ്ങൾ ഞങ്ങൾക്കെന്ന വിജയം, അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും നടന്ന ബൈ ഇലക്ഷനെല്ലാം, അതോടൊപ്പം തന്നെ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഞങ്ങൾ കിട്ടിയ റിസൾട്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. തീർച്ചയായും സ്ഥാനാർത്ഥി ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ചർച്ചകളും ഞങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഞങ്ങൾ പ്രഖ്യാപിക്കും. LDFനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, കളത്തിലിറങ്ങിയതുകൊണ്ട് കാര്യമില്ല. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ ഞങ്ങൾ ജയിക്കാൻ തക്ക രൂപത്തിലുള്ള വലിയ രൂപത്തിൽ രാഷ്ട്രീയപരമായ മുന്നേറ്റം UDFനകത്ത് ഉണ്ടാകും, UDFന് കിട്ടും എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായ തയ്യാറെടുപ്പോടുകൂടി തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല, ഞങ്ങൾക്ക് ഭയാശങ്കയുമില്ല. കാരണം ഭയപ്പെടേണ്ടത് LDFനാണ്. കാരണം എല്ലാ തലത്തിലും പരാജയപ്പെട്ട ഒരു സർക്കാർ, സർവ്വമേഖലയിൽ പരാജയപ്പെട്ടതിൻ്റെ ഏറ്റവും ജാള്യതയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് എടുക്കാറായപ്പോൾ PRDയിലൂടെ കോടികൾ ചെലവഴിച്ച് മോഹൻലാൽ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര താരങ്ങളെ ഉപയോഗിച്ച് മുഖ്യമന്ത്രിയെ PR-ലൂടെ അവരെ ഇൻ്റർവ്യൂ ചെയ്ത് ആ രൂപത്തിൽ PR പാർക്കിലൂടെ LDF UDF ഭരണത്തെ വിശകലനം ചെയ്ത് അങ്ങനെയൊക്കെ നടത്തി ജനങ്ങളുടെ ഫണ്ട് മുഴുവൻ അടിച്ചു മാറ്റി കൊണ്ട് നടത്തുന്ന ഒരു സർക്കാർ, ജീവൽ പ്രശ്നങ്ങളെ തൊടാൻ സാധിക്കാത്ത സർക്കാർ, കട കാലിയാക്കുമ്പോൾ ഓഫർ കൊടുക്കുന്നത് പോലെ തെരഞ്ഞെടുപ്പിനകത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന മുമ്പ് ഒരുപാട് ഓഫറുകൾ പ്രഖ്യാപിച്ച് പോകുന്ന സർക്കാരിനെതിരെ ജനങ്ങൾ ചിന്തിക്കും. അതുതന്നെയാണ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടത്. അന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിനകത്ത് എന്തെല്ലാം ഓഫറാണ് കൊടുത്തത്. പക്ഷേ ആ ഓഫറൊക്കെ സ്വീകരിച്ചിട്ടില്ലല്ലോ. ഏറ്റവും കൂടുതൽ സമീപകാല ചരിത്രത്തിൽ ഇല്ലാത്ത മുന്നേറ്റമല്ലേ ഞങ്ങൾ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനകത്തും അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിയിൽ നേടിയത്. ഈ ഓഫർ സ്വീകരിച്ചില്ല. അപ്പോൾ ഈ ഓഫർ ഇനി വരാതിരിക്കുന്ന ഓഫറും സ്വീകരിക്കില്ല. കാരണം ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. ജനങ്ങൾ മടുത്ത് നാരായണക്കല്ലായിരിക്കുന്നു എന്ന് മാത്രമല്ല, യഥാർത്ഥ സഖാക്കൾ പോലും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥത്തിൽ ചിന്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ പോലും ഈ തെരഞ്ഞെടുപ്പിനകത്ത് CPIMന് വോട്ട് ചെയ്യില്ല എന്നത് കണ്ണൂർ ഉൾപ്പെടെ CPMൻ്റെ പാർട്ടി കോട്ടകൾക്കകത്ത് തന്നെ അതിശക്തമായ രൂപത്തിൽ, സനീഷിനൊക്കെ അറിയാലോ, പയ്യന്നൂർ ഉൾപ്പെടെയുള്ള പാർട്ടി കോട്ടകൾ ഒരിക്കലും ഇളകാതെ കോട്ടയാണ്. അവിടെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാലോ. ആ രൂപത്തിൽ തന്നെയാണ് കേരളത്തിൽ എല്ലാ സ്ഥലത്തും അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, G. സുധാകരനെ പോലെ, ഐഷ പോറ്റിയെ പോലെ, PK ശശിയെ പോലെ, മുഖ്യമന്ത്രിയെ പിതൃതുല്യനായി കണ്ട PV അൻവറിനെ പോലെ ഉള്ള എത്ര നേതാക്കന്മാരാണ്, ചെറുതും വലുതുമായ നേതാക്കന്മാർ ആ പാർട്ടിയൊക്കെതിരായി നിലപാട് സ്വീകരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും സഖാക്കന്മാർ ഉൾപ്പെടെ അത്തരത്തിലുള്ള രാഷ്ട്രീയ നിഗമനത്തിലേക്ക് എത്താൻ പോകുന്നു. ഇനിയൊരു സർക്കാർ ഇവിടെ വന്നാൽ, ഇടതുപക്ഷ സർക്കാർ വന്നാൽ, ഇവിടെ ഈ കേരളത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവില്ല എന്ന് സച്ചിദാനന്ദനെ പോലെയുള്ള ഏറ്റവും വിഖ്യാതനായ ഇടതുപക്ഷത്തിൻ്റെ ചിന്തയോടൊപ്പം നിൽക്കുന്ന സാഹിത്യകാരൻ ഇവിടെ വിമർശിച്ചിട്ടില്ലേ. അപ്പോൾ അത് തന്നെയാണ് കേരളത്തിൽ ജനങ്ങളുടെ ഒരു പൊതു സ്വഭാവം. അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി നാളെയോ മറ്റന്നാളോ കൊണ്ട് സ്ഥാനാർത്ഥി വരും. ആ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഏറ്റവും ശക്തമായ രൂപത്തിൽ ഈ കേരളത്തിനകത്ത് അതിശക്തമായ രൂപത്തിലുള്ള മുന്നേറ്റം ചെയ്യാൻ സാധിക്കുന്ന UDF സ്ഥാനാർത്ഥികളായി കളത്തിലിറങ്ങുക തന്നെ ചെയ്യും. അതുകൊണ്ട് 100% കോൺഫിഡൻസ് ആണ്. ടീം UDF 100-ലധികം സീറ്റുമായി ഞങ്ങൾ അധികാരത്തിലേക്ക് വരും.